ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയെ വൈകിപ്പിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തകർക്കാൻ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുന്നേറ്റങ്ങളെ തടയുന്ന എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കുന്നതിന് വേണ്ടി ഇന്ന് കർത്താവ് നമുക്ക് മുന്നേ പോയി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായി TM ജോർജ് എന്ന ഒരു മകൻ മേജർ ഹിപ്പ് സർജറി ഇന്ന് നടക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവം തന്നെ ആ സർജറി നടത്തുന്നതിനും ഒരു പിഴവും കൂടാതെ ഒരാപത്തും കൂടാതെ ആ സർജറിയിൽ വിജയമുണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് മുൻപേ പോയി പർവ്വതങ്ങളെ നിരപ്പാക്കുന്നതിന് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ വാഗ്ദാനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലുള്ള ഭയവും സംശയവും അലസതയും പാപവും ആശയക്കുഴപ്പവും അങ്ങനെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അതെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ഇന്ന് നയിക്കപ്പെടുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിൻ്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറുക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് എല്ലാ തടസ്സങ്ങളെയും, ഞങ്ങളുടെ ജീവിത മുന്നേറ്റത്തിനുള്ള എല്ലാ തടസ്സങ്ങളെയും, ജീവിതത്തിൽ പുരോഗതിക്കുള്ള തടസ്സങ്ങളെ, ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങളെ, അഭിവൃദ്ധിക്കുള്ള തടസ്സങ്ങളെ, സമാധാനപരമായ ജീവിതം നയിക്കപ്പെടുന്നതിന് പിന്നോക്കം വലിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും കർത്താവായ ദൈവമേ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്നോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണ തോന്നണമേ. അവരെന്തൊക്കെ ഇന്ന് നിന്നോട് ചോദിക്കുന്നുവോ അതെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ നീ അത്ഭുതകരമായി നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത പുരോഗതിക്ക് എതിരെയുള്ള ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ തന്നെ തെറ്റായ വാക്കുകളെ, പ്രവർത്തനങ്ങളെ, ചിന്തകളെ, ഞങ്ങളുടെ പുരോഗതിക്ക് എതിരെ നിൽക്കുന്ന ഞങ്ങളുടെ തന്നെ വാക്കുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം യേശുവേ നിൻ്റെ നാമത്തിൽ തകർക്കപ്പെടുവാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളെയും ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുരാരോപണങ്ങളും ഗൂഢാലോചനകളെയും എല്ലാം യേശു നാമത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ തകർക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഉള്ളിലുള്ള ഭയവും സംശയവും അലസതയും ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ആശയക്കുഴപ്പവും എല്ലാം എടുത്തുമാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു തടസ്സമാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ചിന്തയെ, വാക്കുകളെ, പ്രവർത്തനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, സാമ്പത്തിക പോരാട്ടം
കുടുംബത്തിലുള്ള പിരിമുറുക്കങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ആത്മീയ വരൾച്ച, വൈകി കിട്ടിയ ഉത്തരങ്ങൾ എന്നിവയുടെ ഓരോ അവസ്ഥയെയും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ മാറ്റിക്കളയണമേ. യേശുവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സ്തംഭന അവസ്ഥയിൽ ഇന്ന് നീ ഇടപെടണമേ. എല്ലാം സ്തംഭിച്ച ഈ അവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള അരക്ഷിതാവസ്ഥ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ജീവിതത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾക്ക്, നല്ല കാര്യങ്ങൾ നടക്കുന്നതിനുള്ള കാലതാമസം, തടസ്സങ്ങൾ എല്ലാം മാറിപ്പോകാൻ കർത്താവേ, നിൻ്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് മുൻപേ പോയി പിച്ചള വാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുകയും ചെയ്യാൻ കർത്താവേ, നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും ഇന്ന് തകർത്തെറിയണമേ. ഇന്ന് മറഞ്ഞിരിക്കുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിലെ പുരോഗതിയെ വൈകിപ്പിക്കുന്ന എല്ലാ ചങ്ങലകളെയും നീ തകർത്തെറിയണമേ. ഞങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്ന എല്ലാ വാതിലുകളെയും കർത്താവേ, നീ തകർത്തെറിഞ്ഞ് സ്വർഗത്തിൻ്റെ വാതിലായ ദൈവമേ, ഞങ്ങൾക്കൊരു പുതിയ വാതിൽ തുറന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തടസ്സങ്ങളെയും ഓരോ അവസരങ്ങളാക്കി മാറ്റാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പരീക്ഷണങ്ങളെ ദൈവത്തിന് സാക്ഷ്യമാക്കി മാറ്റാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനുള്ള സാക്ഷ്യങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വേദനയെ ശക്തിയാക്കി മാറ്റണമേ. ശത്രു എന്താണ് ഞങ്ങളുടെ ദോഷത്തിനായി ഉദ്ദേശിച്ചത്, അത് ഞങ്ങളുടെ ദൈവിക പുരോഗതിക്ക് വേണ്ടി മാറ്റി തീർക്കണമേ. ദൈവമേ, ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ധൈര്യം നൽകണമേ. ഞങ്ങളുടെ നിരാശയും മാറ്റി, വേദന മാറ്റി, നിഷ്ഫലമായ എല്ലാ ജീവിത അന്തരീക്ഷങ്ങളെയും മാറ്റി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് മുൻപിലുണ്ട് എന്ന ധൈര്യത്തോടെ, കർത്താവ് ഞങ്ങളുടെ കൂടെ നടക്കുന്നു എന്ന ധൈര്യത്തോടെ ഇന്നായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പോരാടി ഇന്ന് ഞങ്ങൾക്ക് വിജയം തരണമേ. ആശുപത്രിയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. TM ജോർജ് എന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മേജർ ഹിപ്പ് സർജറിയുള്ള ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മകനോട് കരുണ തോന്നണമേ. അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ദൈവമേ, നിനക്ക് സൗഖ്യം നൽകാൻ സാധിക്കുമല്ലോ. നീ മകനോട് കരുണ തോന്നണമേ. ഇവരുടെ കുടുംബാംഗങ്ങളോട്, പൂർവികരോട് കരുണ തോന്നണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരോടും ഇന്ന് നീ കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പാപങ്ങൾ, അവരുടെ ബന്ധനങ്ങൾ, അവരുടെ ദുശ്ശീലങ്ങൾ, അവരുടെ ദുഷ്പ്രേരണകൾ ഒന്നും അവരുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കാതെ അവർക്ക് ദൈവത്തിലേക്ക് തിരികെ വരാൻ, ഈ ഓരോ അവസ്ഥയെയും അവസരങ്ങളായി കാണാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും ഞങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണുവാനും അതിന്മേൽ പ്രവർത്തിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മേൽ നീ കനിയാൻ പോകുന്ന അനുഗ്രഹങ്ങളെ, നീ കനിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ പൂർവാധികം സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ തടസ്സങ്ങളെയും, ദൃശ്യവും അദൃശ്യവുമായ തടസ്സങ്ങളെ നിൻ്റെ ശക്തമായ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, തടസ്സങ്ങൾ മാറ്റി, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ മാറ്റി ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകട്ടെ, ഒരു അത്ഭുതം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് അസാധ്യമെന്ന് തോന്നുന്നത് ദൈവമേ, നിൻ്റെ അത്ഭുത ഇടപെടൽ കാരണം സാധിച്ചു കൊടുക്കണമേ. കർത്താവേ, ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ, സമൃദ്ധിയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈ മക്കൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവരുടെ മേൽ കനിവ് തോന്നണമേ. എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപ നൽകി, അനുഗ്രഹങ്ങൾ നൽകി, എല്ലാം സമാധാനപരമായി ക്രമമായി നടന്നു കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. ഞങ്ങളെ കാത്തിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഇന്ന് പൂർണ്ണമായി ഞങ്ങൾക്ക് വിടുതൽ നൽകി, രക്ഷ നൽകി അനുഗ്രഹിക്കണമേ. ശത്രുവിൻ്റെ
എല്ലാ ഉപായങ്ങളെയും അവിടുന്ന് തകർത്തെറിഞ്ഞ് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ദിവസമാക്കി മാറ്റണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊരുതുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾ അനുഗ്രഹീതരാണ്. ഞങ്ങൾ എന്തിന് ഭയപ്പെടണം? അതിനാൽ ഇന്ന് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഭയവും അലസതയും എല്ലാം എടുത്തുമാറ്റി, അബദ്ധങ്ങൾ, വിഡ്ഢിത്തങ്ങൾ, തെറ്റഭിപ്രായങ്ങൾ എല്ലാത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാം നിന്നിൽ നിന്നും സ്വീകരിക്കുവാൻ, എല്ലാം നിനക്ക് സമർപ്പിച്ച് ഓരോ പ്രതിസന്ധിയെയും ഓരോ അവസരങ്ങളായി കണ്ട് ജീവിതത്തിൽ ഉയരാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഉയർന്ന ചിന്താഗതി നൽകി അനുഗ്രഹിക്കണമേ. പുരോഗതിക്കുള്ള ചിന്താഗതികൾ നൽകണമേ. പുരോഗതിയിലേക്ക് നയിക്കുന്ന വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും യേശുനാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന, ഈ പ്രാർത്ഥന അനേകർക്ക് അയച്ചു കൊടുക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ. ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ആശുപത്രിയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ആശുപത്രിയിലേക്ക് പോകുന്നവരെ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികൾക്കും പരിപൂർണ സൗഖ്യം നൽകി, അത്ഭുത സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. അവരുടെ ഉദ്യമങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. കരുണയോട് നീ കാത്തുകൊള്ളണമേ. ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിന്ന്, ഞങ്ങൾക്ക് വേണ്ടി പോരാടി വിജയം നൽകണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ, ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു അറുതി വരുത്തി സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇന്ന് കാത്ത് സംരക്ഷിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിൻ്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തന്ന്, നിൻ്റെ അവകാശങ്ങളെ എല്ലാം കർത്താവ് നേടിത്തന്ന്, നിനക്ക് പരിപൂർണ സംരക്ഷണവും വിജയവും നൽകി നേട്ടങ്ങളുടെ ഒരു ദിവസമാക്കി ഇന്ന് മാറ്റട്ടെ. കർത്താവ് നിനക്ക് നേരെയുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കി അത് അനുഗ്രഹത്തിനുള്ള വഴിയാക്കി മാറ്റി കർത്താവ് പുതിയ വഴികളെ നിനക്ക് തുറന്നു തരട്ടെ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക,
കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.